ഇൻഷാ അല്ലാഹ് ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ഷീറിന് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ മുമ്പിലുള്ള ഇൻഷാ അല്ലാഹ് വോളണ്ടിയർമാർ കുറച്ച് ആൾക്കാർ എന്താക്കണം ഇവിടെ പറഞ്ഞു. ഈ നിങ്ങളെ മുന്നിലുള്ള സീറ്റിൽ നിങ്ങൾ ഇരിക്കും. ഒരു 10 മിനിറ്റ് മാത്രം ദ്വാരന്നിട്ട് പിരിയും. നിങ്ങളെ മുന്നിലുള്ള സീറ്റിൽ നിങ്ങൾ ഇരുന്നെങ്കിൽ ബാക്കിലുള്ള ആൾ വന്നിട്ട് ഇരിക്കും. കാരണം എന്താ പറയുക, സീറിന് കൊടുക്കുമ്പോൾ കുറെ പ്രയാസമാണ്. സദസ്സിൽ നേരത്തെ വന്ന് ഇരുന്ന ആളുകൾക്ക് ചിലപ്പോൾ കിട്ടാതെ ഒരു രൂപ ഉണ്ടാകുന്നുള്ള ഉദ്ദേശത്തിലാണ് ഉടനെ ഇപ്പൊ സീറിന് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കിലുള്ള ആൾ എന്താക്കുക, സീറ്റിൽ തന്നെ ഇരിക്കാം, നിൽക്കണ്ട. ബാക്കിലുള്ള ആളല്ലേ നിങ്ങൾ സീറിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മുമ്പിലേക്ക് വന്നിട്ട് വോളണ്ടിയർമാർ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ പെരുമാറേണ്ടതാണ്. സദസ്സിന്റെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹ്ഫലായ ഫള് കൊണ്ടും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന അഹ്ലു ബൈത്ത് സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ടാണ് ഈ രൂപത്തിൽ ആളുകളൊക്കെ ഈ മജ്ലിസിലേക്ക് വന്നത്. നമുക്കറിയാം, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ വളരെ ആഫിയത്ത് കുറഞ്ഞ് ഉള്ള ഈ സമയത്തിൽ വരെ ഈ സദസ്സ് ആഗ്രഹിച്ചും പണ്ട് മുതൽക്ക് തന്നെ മഹാനായ ഗൗസുൽ ആദം തങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഖുത്ബിയത്ത് ഒരുപാട് മഹല്ലിൽ ജോലി ചെയ്യുന്ന സമയത്ത് സ്ഥാപിച്ച് ഇന്നും 50ഉം 55ഉം കൊല്ലം കട്ടത്തലയിലും ബൊള്ളയിലടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നു. ആ ഒരു ബർക്കത്ത് കൊണ്ടായിരിക്കും ഈ സദസ്സിലേക്ക് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഒരുപാട് കാലം ആഫിയത്തോടുകൂടി അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വന്യരായ ഞങ്ങളുടെ ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഈ സദസ്സ് ഈ സ്റ്റേജ് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇതിലാരാണ് ഇരിക്കുന്നത്? സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാകുന്ന അഹ്ലു ബൈത്ത് ഈ സദസ്സിൽ ക്ഷമയോടുകൂടി അവർ നമുക്ക് വേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ ത്വാഅത്തിലായി, മഹാന്മാരുടെ പൊരുത്തത്തിലായി, ഉസ്താദന്മാരുടെ മശായിഖന്മാരുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ഉമ്മമാർ മഗ്രിബിന്റെ ശേഷവും ഇശാഇന്റെ ശേഷവും ഒക്കെ വന്ന് നമ്മുടെ സദസ്സിലിരിക്കുന്നവർ വേറെ ഒന്നും കാണാനല്ല, അവരെ സന്തോഷിപ്പിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഈ മഹത്തായ മജ്ലിസിനെ നിയത്ത് കരുതിയിട്ടാണ് അവരൊക്കെ വന്നിട്ടുള്ളത്. അല്ലാഹു ഉമ്മമാർക്കൊക്കെ ഖൈറും ബർക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഇവിടത്തെ ഇന്ന് നൽകുന്ന ഈ തബറുക്കിന്റെ പേരിൽ വാങ്ങിയ ഒരുപാട് പണങ്ങൾ, ഒരുപാട് സ്വതക്കകൾ, അത് ഇവിടെ നൽകുന്ന തബറുക്കിന്റെ പുറമെ ഇവിടെ നടക്കുന്ന മറ്റ് ചെലവുകൾക്കൊക്കെ അത് ചെലവഴിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഖൈറായ കാര്യമാണ് എന്ന് 100% ഉറപ്പുള്ള വിഷയങ്ങളിലേക്കൊക്കെ ആരെയും അറിയിക്കാതെ ചെലവഴിക്കുന്നു. പിന്നെ എന്തിനിങ്ങനെ പറയുന്നു എന്നതിൻ്റെ ഉദ്ദേശം, പൊതുവെ ഇന്ന് എന്നല്ല എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാകുമ്പോൾ കൂടുതലായി തെറ്റിദ്ധാരണകളൊക്കെ സ്വാഭാവികമാണ്. അത് തീരെ കേൾക്കരുത്, ഉണ്ടാകരുത് എന്ന പരിപൂർണമായ ഒരു ബോധത്തോടു കൂടിയാണ് ഈ സദസ്സിൽ അത് പറയാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാനും അവൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നല്ല ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തബറുക്ക് നൽകുന്നതിൻ്റെ പുറമെ ഇവിടുന്ന് ശീരണികളൊക്കെ ഉണ്ട്. ഈ ജലാലിയും ഇവിടെ നടക്കുന്ന മഹത്തായ ബദരിയത്ത് മഹദത്തുൽ ബദരിയ, അതിൻ്റെ പുറമെ ഇത് നൽകിയത് ഒരു വലിയ ഒരു മഹാനാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്കും നമ്മുടെ സദസ്സിന് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് അള്ളാഹു തആല മുടക്കമില്ലാത്ത രൂപത്തിൽ നമ്മളിലൂടെയും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ധാരാളം ഉമ്മമാരൊക്കെ ഒരുപാട് പത്രുകളൊക്കെ ഉണ്ടാക്കി അയച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നവരുണ്ട്. തേങ്ങ പറഞ്ഞപ്പോൾ ഒരുപാട് തേങ്ങകൾ നൽകിയവർ, സ്വാഗത സമിതി രൂപീകരിച്ചതു മുതൽ രാവും പകരുമായി നമ്മളെ കൂടെ നടന്ന് ഇതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചവർ രാത്രിയിലും മറ്റുമൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി ഒരുപാട് നേരം ഈ സദസ്സിൽ വന്ന് ഇരുന്ന് ഈ സമയം ചെലവഴിച്ചതൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളൊരു സബബാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് സദസ്സിൻ്റെ അവസാനം ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിൽ നിന്ന് അശ്ശരി എന്ന് പ്രത്യേകിച്ച് വന്ന കുട്ടികൾക്കൊക്കെ വേറെ തന്നെ ശീരണി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റഷീദ് സഖാഫി ഉസ്താദിന്റെ സ്ഥാപനമാകുന്ന നൂറുൽ ഹുദയിൽ നിന്ന് വന്ന നിങ്ങളും ഇൻഷാ അല്ലാഹ് അവർക്കും, അതായത് ചെറിയൊരു വ്യത്യാസം, അവർക്ക് ഇനി ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അത് വയറ് നിറയുന്ന രൂപത്തിലുള്ള കെട്ടാണ് ഉണ്ടാക്കി. അതുകൊണ്ട് ആ മക്കളും ദാറുൽ ശരിയ, അതുപോലെ നൂറുൽ ഹുദ സ്ഥാപനം, അതുപോലെ തോക്കയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട ഉക്കുൽ ഉസ്താദിന്റെ ശിഷ്യന്റെ നേതൃത്വത്തിലുള്ള ആ സ്ഥാപനത്തിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ ഈ ശീരണി വാങ്ങരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ കയ്യിൽ എത്തിക്കും. അത് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങണമെന്ന് കൂടി സമയത്ത് ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ അവിടെ കൗണ്ടറിലും മറ്റുമൊക്കെ സംഭാവന കൽപ്പിച്ചവർ, ഇന്ന് വന്ന സാദാത്യങ്ങൾക്കും ഉസ്താദുമാർക്കുമായി സ്പെഷ്യലായി അവർക്ക് ഒരു റാഹത്തുള്ള രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയവരൊക്കെ ഉണ്ട്. അതിന് സഹായിച്ച പലരുമുണ്ട്. ശീരണി കെട്ടിയവരുണ്ട്, ശീരണി ഉണ്ടാക്കിയവരുണ്ട്, അതിവിടെ കൊടുക്കുന്നവരുണ്ട്. വളരെ അതപോട് കൂടിയിട്ട് പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു, ആ ലാസ്റ്റ് നിൽക്കുന്നവർ, നിങ്ങൾ ശീരണി ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നുകൂടി മുമ്പിലേക്ക് ദുആ ചെയ്യുന്ന സമയത്ത് വന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കൊടുക്കും. നിങ്ങൾ ശീറിന് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ശീറിന് ഉണ്ട് ചെറിയ, ഇൻഷാ അല്ലാഹ് ഞങ്ങളെ വാപ്പൻ്റെ കൈ മുശാഫഅത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷത്തോടു കൂടി പിരിയാമെന്ന് അറിയിക്കുന്നു. ഈ പിന്നെ അവസാനിക്കുമ്പോൾ സലാത്ത് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ പേരിൽ ഒരാളുണ്ടാക്കിയ തവസ്സുൽ ബൈത്ത്, അത് നമ്മൾ റഷീദ് സഖാഫി ഉസ്താദ് അതിലുള്ള ഖത്തുകളൊക്കെ ശരിയാക്കി അത് അവിടുത്തെ ശിഷ്യനായ സിനാന് പാടിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവസാനം ഇവിടുന്ന് ബർക്കത്തിന് വേണ്ടിയിട്ട് പാടുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. നമ്മുടെ മീഡിയ, ഫസൽ മീഡിയ, എല്ലാ നമ്മുടെ പരിപാടികളും ഉസ്താദ് ഭംഗിയായി ചെയ്യുന്നുണ്ട്. അല്ലാഹു അവരുടെ കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ദാറുൽ ശരീയുടെ വിദ്യാർത്ഥി നമുക്ക് വേണ്ടതുപോലെ, അതുപോലെ തന്നെ നമ്മളെ എച്ച് ഇമ്രാന് നമ്മളെ എല്ലാ പരിപാടിക്കും വേണ്ടതുപോലെ ഫോട്ടോസും മറ്റു കാര്യങ്ങൾ, പ്രചരണങ്ങൾ, പോസ്റ്ററുകളൊക്കെ ചെയ്യുന്ന ഇമ്രാൻ എച്ച് നമ്മളെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അതുപോലെ മൈക്ക് ഖണ്ഡിക സൗണ്ട് നല്ല രൂപത്തിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട കുർത്തുമുഖർ അനീസിൻ്റെ കീഴിലാണ് നമ്മളെ സ്റ്റേജും സദസ്സിലുള്ള ചെയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അള്ളാഹു എല്ലാവർക്കും ഖൈർ ബർക്കത്ത് നൽകും. സഹോദരിമാരും ഒക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കൾ മറ്റുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ശീറണി വാങ്ങുക. പക്ഷേ കൂടുതലായി നിങ്ങൾ പിന്നെ വളണ്ടിയർമാർ ബുദ്ധിമുട്ടിക്കാതെ ആ രൂപത്തിൽ വളരെ അതവോടുകൂടി, നിങ്ങൾ ഇതുവരെ നല്ല അതവോടുകൂടി ഇരുന്നവരാണ്. അള്ളാഹു ഖൈർ ബർക്കത്ത് നൽകുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ ഖബ
من شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس مالك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ ഉപാധ്യക്ഷർ മൂസ ഹാജി സമ്പർത്തോട്ട് അവരെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. ദീർഘം പറഞ്ഞു. ജനുവരി 9 മുതൽ 19 വരെ കന്യാണ ഷാഹുൽ ഹമീദ് വലിയുള്ളാഹി അവരെ പേരിൽ നടക്കുന്ന മഹത്തായ ഉറൂസ് അള്ളാഹു മഹാന്റെ പൊരുത്തത്തോടു കൂടി പൂർത്തിയാക്കി തരുമാറാകട്ടെ. അതുപോലെ നാളെ രാത്രി നമ്മളെ നാർഷയിൽ നടക്കുന്ന ബുറുദ വാർഷിക സദസ് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഷ്താഖുർ റഹ്മാൻ തങ്ങൾ ചട്ടക്കല്ല് നടത്തുന്ന ജലാലിയ വാർഷികം 13ാമത്തെ ജനുവരി 23, 24 സമാപനം 25 അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനുൽ മുസ്താദിന്റെ നേതൃത്വം നടക്കുന്ന മഹത്തായ അജ്മീർ മൗലൂദ് ജനുവരി 7 അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. 8, 9 തീയതിയിൽ സുന്നി മഹല്ലിൽ നടക്കുന്ന മഹത്തായ സദസ്സ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പലതും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിൽ കുറച്ചു നേരം ഇരുന്ന് ദുആ ഏകദേശം പൂർത്തിയാകുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടുന്ന് വരേണ്ടത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أرحم الراحمين يا ملك الجبار يا രാജാതിരാജനായ റഹ്മാനെ, നിന്റെ മഹളായ ഫضل കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പടച്ചവനെ മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, പ്രത്യേകിച്ച് ഇവിടുന്ന് ഞങ്ങൾ ചൊല്ലിയ മഹത്തായ ജലാലിയ അതിൻ്റെ മശായിഖന്മാർ, പ്രത്യേകിച്ച് മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ മശായിഖന്മാർ മഹാന്മാരായ ശുഐബ് ആലം തങ്ങൾ, അവിടുത്തെ വാപ്പമാർ, അവിടുത്തെ മശായിഖന്മാർ, അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ദുആനെ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഇന്ന് ഞങ്ങളെ സദസ്സിലേക്ക് വരേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട ഖുദ്വത്ത് സാദാത്ത് തങ്ങൾ, കേസാറ്റക്കോയ തങ്ങൾ ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്തേറ്റ് കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ എല്ലാവിധ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഇന്ന് ഞങ്ങൾക്ക് ജലാലിക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് തങ്ങൾ, നീ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാവിധ പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരെ കൂടെ പാടിയ മാദിഹീങ്ങൾ, മറ്റുള്ള ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സാദാത്യങ്ങൾ, ഒരുപാട് ഉലമാക്കൾ, അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പടക്കമുള്ള എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കണം റഹ്മാനെ. ഒരാളെ മുമ്പിൽ ഞങ്ങളെ ഫദിയത്താക്കല്ല റഹ്മാനെ, ഞങ്ങളായി ബാക്കല്ല റഹ്മാനെ, ഞങ്ങളെ കുറവാക്കല്ല റഹ്മാനെ. ആരെങ്കിലും ഞങ്ങളെ ഫദിയത്താക്കുന്ന അവർ ഷർറിൽ നിന്ന് ഞങ്ങളെ ഉലമാക്കളെ നീ കാക്കണം റഹ്മാനെ. സകല സാഹിരീങ്ങളെ ഷർറിൽ നിന്ന് കാക്കണം റഹ്മാൻ. ആയിനീങ്ങളെ ഷർറിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ജലാലിയെ സ്നേഹിക്കുന്ന
മഹാനെ ഗൗസുൽ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഈ സദസ്സിലൊക്കെ വന്നവരാണ്. നീ ഹായിവാക്കല്ലോ റഹ്മാനെ, നീ ഹായിവാക്കല്ലോ റഹ്മാൻ. ഓരോ ആളുകൾ അവർ വീടുകളിൽ നിന്ന് ഈ സദസ്സിലേക്ക് വരുമ്പോൾ അവർ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ കരുതി അതൊക്കെ നീ ഹാസിലാക്കണം റഹ്മാനെ. ചോദിക്കാതെ കണ്ടു പ്രസവനെ പലരും വലിയ വലിയ സംഭാവനകളൊക്കെ ഞങ്ങളെ കയ്യിലേൽപ്പിച്ചു. നീ അത് സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാൻ. ഇതുവരെയും ഒരു നയാ പൈസ പോലും ഞങ്ങൾക്ക് ആ രൂപത്തിൽ പെരുമാറേണ്ട വന്നിട്ടില്ല. നീ കാക്കണം റഹ്മാനെ, നീ കാക്കണം റഹ്മാനെ. സഹായിച്ചവർ നീ സഹായിക്കണം റഹ്മാനെ. പഠിച്ചവന് ഇവിടുത്തെ ഉസ്താദന്മാർക്കും മറ്റുമൊക്കെ പലതും നൽകിയവർ നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. മാർക്കറ്റിലുള്ള സഹോദരങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സുകൾ, എത്രയോ ഫ്രൂട്ട്സുകൾ ഈ സദസ്സിലേക്ക് വേണ്ടി ഇവിടുത്തെ ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ നൽകിയവർ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടുന്ന് പണ്ടവും മറ്റുമൊക്കെ നൽകിയവർ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ധാരാളം സംഭാവനകൾ കയ്യിലേൽപ്പിച്ചവർ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഓരോരുത്തർക്കുള്ള ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാൻ. ഇവിടുന്ന് നൽകുന്ന തബറുക്ക് അല്ലാഹുവേ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാൻ. മുറാദുകൾ ഹാസിലാക്കണം റഹ്മാൻ. ബേജാറുകൾ മാറ്റണം റഹ്മാൻ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർ ഹൈറായ ജോലി നൽകണേ റഹ്മാൻ. വിദേശ നാടുകളിലുള്ള ഗൾഫ് നാടുകളിലുള്ള സഹോദരങ്ങൾ നീ ഹൈറു ബറക്കത്ത് നൽകണം റഹ്മാന്. വീടുകളില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ റഹ്മാന്. വീടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വീടും സ്ഥലവും വാഹനവും മറ്റും വിൽക്കാനും വാങ്ങാനും ഒക്കെ കാത്തു നിൽക്കുന്നവർ ഹൈറായ നിലക്ക് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാന്. വിവാഹപ്രായമെത്തിയാണും പെണ്ണു ഞങ്ങളിലുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞവരിലുണ്ട്. ഹൈറായ ഇണകളെ നീ നൽകണം അല്ലാഹ്. നിശ്ചയിച്ചു വെച്ച വിവാഹങ്ങൾ യാതൊരുവിധ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. ഒരുപാട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞവർ, 10ഉം 15ഉം കൂടുതലുമായവർ, സദസ്സിൽ വന്ന് ബേജാറ് പറഞ്ഞവർ, സംഭാവന നൽകിയവരടക്കം ഈ സദസ്സിൽ വന്നവരിൽ, അവരുടെ കുടുംബങ്ങളിൽ ബന്ധപ്പെട്ടവരിൽ മക്കളില്ലാത്തവർ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണം റഹ്മാന്. ഗർഭിണികളായ സഹോദരിമാർ, ഒരുപാട് മക്കൾക്ക് ഡോക്ടർമാരൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. നീ സലാമത്ത് നൽകണം റഹ്മാന്. യാതൊരുവിധ അയ്ബില്ലാത്ത, കുറവില്ലാത്ത നല്ല മക്കൾ, സ്വാലിഹീങ്ങളായ മക്കൾ നൽകണേ റഹ്മാന്. ഞങ്ങൾക്കൊക്കെ തന്ന മക്കൾ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഉപകാരം കിട്ടുന്ന മക്കളാക്കണം റഹ്മാന്. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ഖൈറ് നൽകണം റഹ്മാനെ, നീ ഖൈറ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇൽമോടിപ്പിച്ചു തന്ന ഞങ്ങളെ ഉസ്താദന്മാർ, ചെറിയ 1ാം ക്ലാസ് മുതൽ മദ്രസയിലും ദർസിലും മറ്റുമൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവർ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാൻ. മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാൻ. ധാരാളം ആളുകൾ മാതാപിതാക്കൾക്ക് മരിച്ചുപോയവർ ദ്വാരക്കാൻ പറഞ്ഞവർ ഖബർ സ്വർഗ്ഗമാക്കണം റഹ്മാൻ. ഈ സദസ്സിൻ്റെ മസീദിൽ പരിപൂർണമായ സവാബ് ഞങ്ങളിൽ നിന്ന് മരിച്ച് ഇവിടെ എല്ലാം ഖബറിലുണ്ട്, അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെ ഖബർ നീ വിശാലമാക്കണം റഹ്മാൻ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളായ സുൽത്താനുള്ളിലും മഹാന്മാരായ റയീസുള്ളിലും സൈനുള്ളിലും തുടങ്ങിയ ഒരുപാട് മഹാന്മാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ദർജ ഉയർത്തണം റഹ്മാനെ. പടച്ചവനെ മാരകമായ രോഗങ്ങൾ, ക്യാൻസറുകൾ, കിഡ്നിയൊക്കെ നഷ്ടപ്പെട്ടു പോയവർ, ഡയാലിസ് ചെയ്യുന്നവർ, സുബ്ഹാനല്ലാഹ്, പ്രഷറും ഷുഗറും മറ്റുള്ള പലതും കൂടിയിട്ട് വിഷമിക്കുന്നവർ, വിരലും കാലുമൊക്കെ മുറിക്കപ്പെടുന്ന രൂപത്തിലുള്ളവർ, അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, ഭാര്യമാരിൽ വല്ല രോഗങ്ങൾ, അംശങ്ങളുണ്ടെങ്കിൽ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഇല്ലായ്മ ചെയ്യണം റഹ്മാൻ, ഇല്ലാതാക്കണേ റഹ്മാൻ. ഒരു ദിവസം പോലും ആശുപത്രികളിലോ വീടുകളിലോ കടത്തിക്കളയല്ലോ റഹ്മാൻ. ICUവിൽ നീ കടത്തിക്കളയല്ലോ റഹ്മാൻ. ബോധമില്ലാതെ കിടക്കുന്നവർ ദ്വാരക്കാൻ പറഞ്ഞു നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെ നീ കെടുത്തല്ലോ റഹ്മാന്. പടച്ചവനെ ഈ സദസ്സിലേക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക്, ദീനീ രംഗങ്ങളിലേക്കൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നവർ, അവർക്ക് തന്നെ ഒരുപാട് വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം റഹ്മാൻ. ഒരാൾക്കും നീ ആശുപത്രിയിലുള്ള കിടത്തുന്ന വിധിക്കല്ലോ റഹ്മാനെ.
മക്കൾ കുടുംബങ്ങൾ നോക്കുന്ന ഒരവസ്ഥ ഒരാൾക്കും നൽകല്ല റഹ്മാനെ. നീ നൽകല്ല അല്ലാഹ്. മരിക്കുന്നത് വരെ ഞങ്ങൾ ആഫിയത്ത് നിലനിർത്തി ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളെ കൈകൾ കൊണ്ട് നിറവേറ്റണേ അല്ലാഹ്. പരിശുദ്ധമായ ഹജ്ജ് ഉംറ ആഗ്രഹിക്കുന്നവരെ കൊണ്ട് മദീന സിയാറത്ത് ആഗ്രഹിക്കുന്നവർ നീ തൗഫീഖ് ചെയ്യണം റഹ്മാൻ. ചെയ്ത ഹജ്ജ് ഉംറ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് തവണ ഞങ്ങൾക്കും അവർക്കൊക്കെ എത്താനുള്ള ഭാഗ്യം നൽകണേ. സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഖൈറാത്തിലേക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മരിക്കുന്നത് വരെ നിന്റെ ത്വാഅത്തിലും ഇബാദത്തിലും ഇൽമിൻ്റെ ശുഗ്ലിലുമായി ഇൽമിൻ്റെ ഖിദ്മത്തിലായി ദീൻ്റെ ഖിദ്മത്തിലായി സുന്നത്തെ ജമാഅത്തിന്റെ സംഘടനയുടെ ഖിദ്മത്തിലായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നൊക്കെ കാക്കണേ റഹ്മാനെ. ഒരു അപകടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നൽകല്ല റഹ്മാനെ. കടുത്തത്തിൽ വസിയത്തോ ഒരു കാര്യങ്ങളോ ഒരുങ്ങാതെ ആരോടും പറയാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാൻ. മക്ക മദീനയല്ലാത്ത അന്യനാടുകളിൽ ഞങ്ങളെ മരിപ്പിച്ച് നീ കെട്ടിയിട്ടുള്ളൊരു മയ്യത്താക്കി കളയല്ല റഹ്മാന്. പടച്ചവനെ നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് അവസാനം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഹബീബായ തങ്ങളെ പൂമുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാന്. സ്വലാത്ത് സലാമുകൾ മദഹുകൾ കേൾക്കാനും ചൊല്ലാനും പറയാനും അതുകൊണ്ട് തങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാൻ. അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് ഉലമാക്കളെ സ്നേഹിച്ച് പടച്ചവനെ തങ്ങളുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. ഞങ്ങൾ ചോദിച്ചതും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സദസ്സിലുള്ള മുഅ്മിനീങ്ങളും ഉമ്മമാരുടെ മനസ്സിലുള്ള നീ എല്ലാം പൂർത്തിയാക്കി തരണേ അല്ലാഹ്. നീ പൂർത്തിയാക്കണേ റഹ്മാൻ. നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ മഹാന്മാരെ കൂടെ ബദരീങ്ങളെ കൂടെ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. അതിനെ സദസ്സ് നീ കാരണമാക്കണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. പടച്ചവനെ ഒരുപാട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നു. ഇപ്പോൾ ഭാര്യനെ ടെസ്റ്റ് ചെയ്യണം, ക്യാൻസർ പരിശോധിക്കണം. അല്ലാഹുവേ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഒന്നും ഇല്ല എന്ന് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാൻ. കാമിലായ ശിഫ നീ നൽകണേ റഹ്മാൻ. വളരെ ദൂരത്ത് നിന്ന് ബിജാപുറയിൽ ദീനിൻ്റെ ദഅവത്ത് ചെയ്യുന്ന ഉമർ സഖാഫി ഉസ്താദ് വളരെ പ്രയാസകരമായ അവസ്ഥ, ഒരുപാട് ബിദ്അത്തുകാരും മറ്റുമൊക്കെ ഉള്ള ആ സ്ഥലത്ത് സുന്നത്ത് ജമാഅത്ത് പറയാനോ മറ്റോ കഴിയാത്ത രൂപത്തിൽ പടച്ചവനെ വളരെ പ്രയാസകരമായ രൂപത്തിൽ മദീനത്തുൽ ഇർഷാദ് എന്ന ഒരു സ്ഥാപനം അവിടെ നിന്ന് നടത്തുന്ന ഉമർ സഖാഫി ഉസ്താദ് അല്ലാഹു നീ ഖൈർ ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ. അതുപോലെ പല ഭാഗങ്ങളിൽ ദീനി ദഅവത്ത് ചെയ്യുന്നവർ നീ എല്ലാവരുടെയും ഖിദ്മത്ത് സ്വീകരിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തർക്കാക്കാതെ ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് വലണ്ടർമാർ കൂടെ വന്നിട്ട് നിൽക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ബിസ്മി കൂട്ടിയിട്ട് ഇവിടുന്ന് സ്വീകരിന് വാങ്ങാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് വരണം. അല്ലാഹു ഖൈറിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞ താജുൽ ഉലൂം ഉസ്താദിന്റെ മദ്ഹ് ഒരു 2 മിനിറ്റ് ഇൻഷാ അല്ലാഹ് 3 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പാടും ബർക്കത്തിന് വേണ്ടി. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله باسمي حمد السلام മുന്നേ താജുൽ ഉലമ തവസ്സുൽ ബൈത്ത് ഞാൻ തുടങ്ങിയിടുന്നേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. താജുൽ ഉലമ തവസ്സുലാക്കി തേടിടുന്നേ. സൽഗുണാറാസൻ മനസ്സ് ഞങ്ങളിൽ താ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. മരണമെന്ന
ഫർള് വീട്ടിയ താജുൽ ഉലമ തങ്ങളെ ദർജയേറ്റണേ ഏറ്റനം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ജല്ല ജലാലേ ഇവരെ ഹക്കാലെ ഗുണം ചെയ്യണമേ ലോകധാരേനിൽ സുഖം നൽകിയിടണം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ദിനം വരെ അറിഞ്ഞതും അറിയാതെ ചെയ്ത ഞങ്ങളെ ലോകമറിയും വലിയിനാലെ പാപമോചിതരാക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നബി തങ്ങളെ പുണ്യ മദീനത്തുൽ മുനവ്വറ താജുൽ ഉലമ തങ്ങളാൽ ഞങ്ങൾ കാണണം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് هلا 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 ബോളംതൂറിലുള്ള സഈദിന് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ചെറുപ്പക്കാരന് പരിപൂർണമായ ആഫിയത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ജലാലിയേക്ക് വന്ന ഒരുപാട് സാധനങ്ങൾ ഏലം ചെയ്യാനുണ്ട്. കോതിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഏലമിനുള്ള ആൾക്കാർ നിന്ന് സഹകരിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു.